ഹായ് എവ്രി വൺ. ഗിഗർ നട്ടൽ ലോനെ പറ്റിയായിരുന്നു നമ്മൾ കഴിഞ്ഞ സെഷനിൽ മെൻഷൻ ചെയ്തു വെച്ചത്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ലെറ്റ്സ് സേ നിങ്ങളൊരു ആൽഫ പാർട്ടിക്കിൾ എടുക്കുകയാണ്. സോ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഇതിനൊരു സോഴ്സ് വേണം അല്ലേ? ആൽഫ പാർട്ടിക്കിൾ നമ്മുടെ എയറിൽ നിന്ന് വരുമോ? ഇല്ല. ഓഫ് കോഴ്സ് ഇവിടെ എന്ത് വേണം? യെസ്, നമുക്ക് ഒരു സോഴ്സ് ആവശ്യമാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് സം എനർജി, റൈറ്റ്? ഇറ്റ് ഹാസ് സം എനർജി. എന്നിട്ട് ഇതെന്ത് ചെയ്യാണ്? ഇതിങ്ങനെ ട്രാവൽ ചെയ്യാണ്. ട്രാവൽ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്താവും? ട്രാവൽ ചെയ്യുമ്പോൾ ഇവരുടെ എനർജി എന്താവും? ലൂസ് ചെയ്യപ്പെടും അല്ലേ? യെസ്, എനർജി ലൂസസ്. ഓഫ് കോഴ്സ് അല്ലേ, എനർജി ലൂസ് ചെയ്യും. അങ്ങനെ ലൂസ് ചെയ്ത് ഒരു പോയിന്റിൽ, അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്, ഇവരുടെ എനർജി എന്ന് പറയുന്നത് എന്താകും? യെസ്, മിനിമം ആകും, അല്ലെങ്കിൽ നമുക്ക് പറയാം സീറോ ആകും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് ഇല്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, റേഞ്ച് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. റേഞ്ച് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, ആൻഡ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനെ നമ്മൾ എന്തും കൂടെ വിളിക്കും? യെസ്, ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു അല്ലേ, അതിനെ നമ്മൾ പെനിട്രേഷൻ പവർ എന്നും വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ദാറ്റ് ഈസ് കോൾഡ് പെനിട്രേഷൻ പവർ. അപ്പോൾ റേഞ്ച് മനസ്സിലായല്ലോ. ഗിഗർ നട്ടൽ ലോ പറയുന്നത് ഒരു റിലേഷനാണ്. ആര് തമ്മിൽ? യെസ്, ഡിസ്ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഡി കെ കോൺസ്റ്റന്റ്. നമ്മൾ പറഞ്ഞായിരുന്നു ലാംഡ. സോ ഇറ്റ് ഗിവ്സ് എ റിലേഷൻ ബിറ്റ്വീൻ ലാംഡ ആൻഡ് റേഞ്ച് ഓഫ് ആൽഫ പാർട്ടിക്കിൾ of the alpha emitter. Okay, disintegration or decay constant of the alpha emitter and range of alpha particle in air emitted by it. Okay, ഇതെന്താണ്? എയറിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡീകേ കോൺസ്റ്റന്റും റേഞ്ചും തമ്മിലുള്ള റിലേഷനാണ്. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ റിലേഷൻ ഈസ് ഗിവൺ ആസ് ലോഗ് ലാംഡ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ലോഗ് ആർ എന്നുള്ള രീതിയാണ്. സോ ദിസ് ഇസ് ആക്ച്വലി എ റിലേഷൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഇതിൻ്റെ ലോഗ് എടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, യുറേനിയം സീരീസ്, തോറിയം സീരീസ് ആൻഡ് ആക്ടീനിയം സീരീസ്. ഇത്രയേ ഉള്ളൂ. അതായത് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആൻഡ് റേഞ്ച്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ റിലേഷൻ എഴുതി അല്ലേ? വാട്ട് ഇസ് ഇറ്റ്? ലോഗ് ലാംഡ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ലോഗ് ആർ എന്നുള്ള രീതിയിൽ നമ്മൾ റിലേഷൻ എഴുതി. എന്താണ് ആക്ച്വലി ഇത് മീൻ ചെയ്യുന്നത്? നിങ്ങൾ നോക്കിയേ. യെസ്, ഇത് നമ്മുടെ ഡിസ്ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ്, ഡി കെ കോൺസ്റ്റന്റ് ആണ്. ഇതെന്താണ്? റേഞ്ച് ആണ്. വിച്ച് മീൻസ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ലാംഡ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേഞ്ച് എന്ന് പറയാൻ പറ്റുമോ? അതായത് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ദ ആൽഫ പാർട്ടിക്കിൾസ് ഹാവിങ് ഗ്രേറ്റർ decay rate അല്ലേ? യെസ്, decay rate have greater range അല്ലെങ്കിൽ പെനിട്രേഷൻ പവർ അല്ലേ? യെസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വൈസ് വേഴ്സ. ഓക്കെ, അതായത് ഒരുപാട് ദൂരം ഒരു ആൽഫ പാർട്ടിക്കിൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നമ്മുടെ ഡിസ്ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് റേഞ്ച് ഇൻക്രീസസ്, യെസ്, ലാംഡ ഓൾസോ ഇൻക്രീസസ്. അതായത് ഡി കെ കോൺസ്റ്റന്റ് ഒരാളുടെ കൂടുതലാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി മീൻ ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ റേഞ്ച്, ട്രാവൽ ചെയ്യുന്ന റേഞ്ച് എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നല്ലേ പറയുന്നത്. ഇത്ര മാത്രമേ നമ്മുടെ ഗിഗർ നട്ടൽ ലോ പറയുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ഇതിന് വേറൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെയുണ്ട്. അതായത് വേറൊരു റിലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇറ്റ് റിലേറ്റ് ഹാഫ് ലൈഫ് ആൻഡ് ദി എനർജി. നോക്കണേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ ആണല്ലേ, ആൽഫ പാർട്ടിക്കിളിന് ഒരു എനർജി ഉണ്ടാവും അല്ലേ? യെസ്, എനർജി ഉണ്ടാകും. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണെങ്കിൽ ഒരു ടി ഹാഫ് അല്ലെങ്കിൽ ഹാഫ് ലൈഫ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു റിലേഷൻ പറയുന്നത് എനർജിയെയും ടി ഹാഫിനെയും റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് നോക്കാം. The relation between half-life of an alpha emitter is inversely proportional to square root of energy emitted by the alpha particle എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇങ്ങനെയായിരിക്കും നമ്മുടെ റിലേഷൻ. ലോഗ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി സെഡ് റൂട്ട് ക്യൂ എന്നുള്ള രീതിയായിരിക്കും. ഓക്കെ, വേർ അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലേ? ടി ഹാഫ് എന്തായിരിക്കും? ഹാഫ് ലൈഫ് ആണ്. എ ബി എന്താണ്? യെസ്, കോൺസ്റ്റന്റ് ആണ്. എ ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. യെസ്,
Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ഓഫ് ഡോട്ടർ ന്യൂക്ലിയൈ ആണ്. ഓക്കെ, അറ്റോമിക് നമ്പർ ഓഫ് ഡോട്ടർ ന്യൂക്ലിയൈ. Q എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആണ്. എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഇത് അഗെയിൻ എന്താണ്, ഒരു y is equal to mx plus c ഗ്രാഫ് ആണ്. എന്താണ്, യെസ്, log t half is equal to a plus b z divided by root q. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ആക്ടീനിയം, തൂറിയം, യുറേനിയം, ഇതായിരിക്കും നമ്മുടെ സീരീസ്. നോക്കിയേ, ലോഗ് ടി ഹാഫും ക്യൂവും തമ്മിലുള്ള റിലേഷൻ എന്താണ്, യെസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് ക്യൂവിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ എനർജി ക്യൂ എന്തായി ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നോക്കിയേ, യെസ്, ടി ഹാഫ് എന്താണ് ഇവിടെ കുറവാണ്. ക്യൂ ഇൻക്രീസ് ചെയ്തു, ടി ഹാഫ് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. ഇവിടെ നോക്കിയേ, ക്യൂ കുറവാണ് അല്ലേ. യെസ്, അങ്ങനെയാകുമ്പോൾ ടി ഹാഫ് എന്താണ്, ഇൻക്രിമിനൻ്റ് ആണ്. അപ്പോൾ രണ്ട് റിലേഷനാണ് നിങ്ങൾക്ക് ഗിഗർ നട്ടൽ ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, യെസ്, ഇതാണ് ഇമ്പോർട്ടൻ്റ്, മിക്കവാറും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും. ലോഗ് ലാംഡ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ലോഗ് ആർ, അതായത് ഡി കെ കോൺസ്റ്റൻറ്റും റേഞ്ചും തമ്മിലുള്ള കാര്യം. അടുത്തത്, യെസ്, ടി ഹാഫും എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിളും എന്താണ്, ലോഗ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി സെഡ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എനർജി. ഓക്കെ, ഇപ്പോൾ രണ്ട് റിലേഷനും പഠിച്ചു കഴിഞ്ഞു. ഇത്രയും നിങ്ങൾക്ക് ഗിഗർ നട്ടൽ ലോവിനെ പറ്റിയിട്ട് സംസാരിക്കാനുള്ളൂ. ഓൾറൈറ്റ്, അപ്പോൾ അടുത്തതായിട്ട് ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ ഓൺ ഹൈഡ്രജൻ ആറ്റം, ആ കാര്യമാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. പക്ഷേ അതിനു മുൻപായിട്ട് ഒരു കാര്യം പറയട്ടെ. ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റിയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ സെഷനിൽ. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റേബിൾ ന്യൂക്ലിയസിനെ അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ആക്കുന്നു, അതിനുശേഷം അത് വീണ്ടും സ്റ്റേബിൾ ന്യൂക്ലിയസ് ആക്കുന്നു അല്ലേ. ഒരു ഇജക്ടൈൽ പാർട്ടിക്കിൾ ഉണ്ട്, പ്രൊജക്ടൈൽ പാർട്ടിക്കിൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ എഴുതിയിരുന്നു അല്ലേ. XABY എന്നൊക്കെ നമ്മൾ എഴുതിയിരുന്നു. ഇതിനെയാണ് മക്കളെ, ഇതിൻ്റെ ഒരു ടേം ഉണ്ട് നിങ്ങളുടെ സിലബസിൽ, ന്യൂക്ലിയർ ട്രാൻസ്മ്യൂട്ടേഷൻ. ഇതിനെയാണ് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയർ ട്രാൻസ്മ്യൂട്ടേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ ഈ കാര്യം തന്നെയാണ്, ഒരു ടേം ഉണ്ടായിരുന്നു, ആ ടേം ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ കോൺസെപ്റ്റ് ഫുള്ളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, ഈ കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എഗ്സിനെ എന്ത് ചെയ്യുന്നു, ബൊമ്പാർഡ് ചെയ്യിക്കുന്നു. ഈ ബൊമ്പാർഡ് ചെയ്യുന്നത് മേ ബി ഹീലിയം പാർട്ടിക്കിൾ ആകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, Y എന്ന് പറയുന്ന ഒരാളെ കിട്ടുന്നു. ZA ആണെങ്കിൽ വിത്ത് സം പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കിൾ ഏതാണെന്ന് അറിഞ്ഞിട്ട് ഇതിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഫോർ ദ ടൈം ബീങ് ഞാൻ എന്ത് ചെയ്യുന്നു, എക്സും Y എന്നൊക്കെ എഴുതുന്നു. ഈ പാർട്ടിക്കിൾ കൂടെ അറിഞ്ഞാൽ, ലെറ്റ്സ് സേ ഇത് ന്യൂട്രോൺ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. N01 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, യെസ്, ദിസ് വിൽ ബി Z+2 ആൻഡ് ദിസ് ഇസ് 4, റൈറ്റ്. സോ ദിസ് ഇസ് A+3 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, A+3 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇത്ര കാര്യമേ ഉള്ളൂ. യെസ്, ദിസ് ഇസ് കോൾഡ് ന്യൂക്ലിയർ ട്രാൻസ്മ്യൂട്ടേഷൻ. ഓക്കെ, യെസ്, ഇനിയാണ് ആപ്ലിക്കേഷൻ ഓഫ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ടു ഹൈഡ്രജൻ ആറ്റം. സോ ഇറ്റ്സ് ആൻ ഇക്വേഷൻ ദാറ്റ് യൂസ് ടു സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് ലെവൽസ്. അപ്പോൾ നമ്മുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ, ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ നമ്മൾ Hψ is equal to Eψ എന്നൊക്കെ നമ്മൾ എഴുതും. വേർ H is the total energy operator or what? Yes, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഈ ഹാമിൽട്ടോണിയനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമായിരുന്നു അല്ലേ. -h²/2m is del square by del x square plus del square by del y square plus del square by del z square പ്ലസ് Vψ എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സംസാരിക്കുന്നത് ഹൈഡ്രജൻ ആറ്റത്തിനെ പറ്റിയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, യെസ്, നമുക്കൊരു ന്യൂക്ലിയസ് ഉണ്ടാകും ആൻഡ് വി ഹാവ് വാട്ട്, ആൻ ഇലക്ട്രോൺ. ഓക്കെ, സോ ഇവിടെ എന്തുണ്ടാവും, യെസ്, ഈ ഡിസ്റ്റൻസിനെ നമുക്ക് R എന്ന് വിളിച്ചാൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, V, പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു -1/4πε0 or 1/4πε0 Z(E²/R) എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. നെഗറ്റീവ് ചാർജ് ഓഫ് കോഴ്സ് ഇവിടെ ഉണ്ടാകും. ഓക്കെ, യെസ്, ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ വാട്ട്, പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, യെസ്, ടോട്ടൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എങ്ങനെ എഴുതാൻ പറ്റും, യെസ്, ഒന്ന് എഴുതി നോക്കാം. -h² ² 2m
del square by del x square plus del square by del y square plus del square by del z square പ്ലസ് എന്തായിരിക്കും? യെസ്, അല്ലെങ്കിൽ മൈനസ് ഉണ്ട് അല്ലേ? യെസ്, മൈനസ് 1/4πε0 z ഈ സ്ക്വയർ ബൈ ആർ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. യെസ്, ദിസ് ഈസ് ദി ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, റൈറ്റ്? യെസ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളുമാണ് അടുത്തതായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? സോ റിസൾട്ട് ഓഫ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ആദ്യത്തത് എനർജിയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനർജി എന്ന് പറയുന്നത് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടും. ആൻഡ് ദിസ് ഇസ് ഗിവൺ ആസ് വോട്ട് -13.z² എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് ദി എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രൽ സീരീസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതും നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അടുത്തൊരു കാര്യം, നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? സ്ഫെറിക്കലി സിമ്മട്രിക് ആയിട്ടുള്ള ഒരു ആറ്റമാണ്. ദാറ്റ് ഈസ് ഹൈഡ്രജൻ ആറ്റം ഈസ് സ്ഫെറിക്കലി സിമ്മട്രിക്. അങ്ങനെയാണെങ്കിൽ the equation solved in polar spherical coordinate. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നുകൂടെ എഴുതാം. പോളാർ സ്ഫെറിക്കൽ കോർഡിനേറ്റ് gives a solution of 3 quantum numbers. ഏതൊക്കെയാണ്? യെസ്, മെയിൻലി n, l, m, l. ഓക്കെ, റിമെമ്പർ ms, spin quantum number, is not a solution. It is not a solution of Schrodinger wave equation. ഓക്കെ, യെസ്, നമുക്ക് സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നത് എൻ, എൽ ആൻഡ് എം എൽ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ്. പക്ഷെ പറയാത്ത ഒരു കാര്യമുണ്ട്, വിച്ച് ഇസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അതായത് 1s-ൻ്റെയും 2s-ൻ്റെയും 2p-യുടെയൊക്കെ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് കർവ്. അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കർവ് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ ഈസി ആയിട്ടുള്ള കാര്യമാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് സൈ വേഴ്സസ് ആർ ഗ്രാഫും അതേപോലെ സൈ സ്ക്വയർ വേഴ്സസ് ആർ ഗ്രാഫുമാണ്. സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ആണ് അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ. സൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേവ് ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ മീനിങ്. അപ്പോൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോഡ് അല്ലേ? ഇപ്പം നോഡ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് നോഡ് എന്ന് ഇസ് ഈക്വൽ ടു n-1. ആൻഡ് വി ഹാവ് 2 ഡിഫറെൻറ്റ് നോഡ്സ്. ഏതൊക്കെയായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് നോഡ് ഇസ് ഈക്വൽ ടു ആംഗുലാർ നോഡ് പ്ലസ് റേഡിയൽ നോഡാണ് അല്ലേ? യെസ്, ആംഗുലാർ നോഡ് പ്ലസ് റേഡിയൽ നോഡ്. അപ്പോൾ ആംഗുലാർ നോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, വിച്ച് ഇസ് ഈക്വൽ ടു L. ആൻഡ് റേഡിയൽ നോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയൽ നോഡ് ഇസ് ഈക്വൽ ടു n-l-1 എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഇനി വേറൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, യെസ്, ഈ 1s-ൻ്റെയും 2s-ൻ്റെയും 2p-യുടെ ഒക്കെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 1s-ൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ s ഓർബിറ്റലിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് starts from top and moves down. ഓക്കെ, അതേസമയം പി ഓർബിറ്റലിൻ്റെ ഗ്രാഫ് ആകുമ്പോൾ യെസ്, സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ ആൻഡ് മൂവ്സ് അപ്വേർഡ്സ്. സോ നമുക്ക് ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് ഒന്ന് വരച്ച് നോക്കാം. ആദ്യത്തേത് 1s-ഉം 2s-ഉമാണ്. അപ്പോൾ നോക്കിക്കോളെ, 1s എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നോഡ് എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് നോഡ് ഇസ് ഈക്വൽ ടു n-1, അതായത് 0 നോഡാണ്. അപ്പോൾ 0 നോഡാണെങ്കിൽ ഈസിയാണ് വരയ്ക്കാൻ. ടോപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ് ഓർബിറ്റിൽ എപ്പോഴും എന്താണ്? ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ടോപ്പ് സെൻറ്റർ, മൂവ്സ് ഡൗൺ. അങ്ങനെയാകുമ്പോൾ ഇതിങ്ങനെ വരച്ചാൽ മതി. ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് വരുന്നു.
ഇവിടെ ആർ ഇസ് ഈക്വൽ ടു 0 മുട്ടുമ്പോഴാണ്, ഈ ആക്സിസിൽ മുട്ടുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഒരു നോഡ് വരുന്നത്. ആ കാര്യം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് സൈ സ്ക്വയർ ആണ്. ഇപ്പോൾ സൈ സ്ക്വയർ എന്ന് പറയുമ്പോഴും ഇത് ഇതേപോലെ തന്നെ വരും. ഓക്കെ, യെസ്. അതേസമയം 2s നോക്കിക്കോളെ. 2s നോക്കുമ്പോൾ എന്തായിരുന്നു, ടോട്ടൽ നമ്പർ ഓഫ് നോഡ് എന്ത് വരും, ടോട്ടൽ നമ്പർ ഓഫ് നോഡ് ഇസ് ഈക്വൽ ടു n-1, അതായത് 1 വരും. ആൻഡ് ഇവിടെ ആംഗുലാർ നോഡ് എത്രയായിരിക്കും, ആംഗുലാർ നോഡ് 0 ആയിരിക്കും. റേഡിയൽ നോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും, അല്ലേ? റേഡിയൽ നോഡ് എന്ന് പറയുമ്പോൾ 1. നോഡിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കോ, സൈ സ്ക്വയർ അല്ലേ, യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈ സ്ക്വയർ. ഈ ഗ്രാഫ് ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ടോപ്പിൽ നിന്ന് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇതിങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ മുട്ടുന്നു, ഇതിങ്ങനെ വരുന്നു. ഓക്കെ, കുറച്ചുകൂടെ നല്ല രീതിയിൽ വരയ്ക്കാം. ഓക്കെ, യെസ്, ഇതിങ്ങനെ വരുന്നു, യെസ്, ഇതിങ്ങനെ വന്ന് യെസ് ഇങ്ങനെ മുട്ടുന്നു. ഇതാണ് നമ്മുടെ യെസ് ഒരു റേഡിയൽ നോഡ് എന്ന് പറയുന്നത്, റേഡിയൽ നോഡ്. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയൽ നോഡ്. അതേസമയം സൈ സ്ക്വയർ ആകുമ്പോഴോ ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ വരച്ചാൽ മതി, അതായത് ഈ നെഗറ്റീവ് പാർട്ടിൽ ഉണ്ടാവത്തില്ല. യെസ്, അപ്പോൾ എങ്ങനെ വരക്കാം നമുക്ക്, ഇവിടെ നോക്കിക്കോ, ഇതിങ്ങനെ വരച്ച് യെസ് വീണ്ടും ഇങ്ങനെ വരും. ഇതിവിടെ മുട്ടുവോ, ഇല്ല, കാരണം റേഡിയൽ നോഡ് എത്രയാണ്, യെസ് ഒരു നോഡാണ്. യെസ്, ദിസ് ഈസ് ദി റേഡിയൽ നോഡ്. ഓക്കെ, യെസ്. അപ്പോൾ 1s-ഉം 2s-ഉം നമ്മൾ കഴിഞ്ഞു. ഓക്കെ, നൗ 3s-ൻ്റെ കാര്യമാകുമ്പോൾ, 3s-ൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു നോക്കിയേ. n-ൻ്റെ വാല്യൂ, ടോട്ടൽ നോഡ് എത്ര ഉണ്ടാകും, യെസ് ടോട്ടൽ നോഡ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അഗെയിൻ ആംഗുലാർ നോഡ് എത്രയായിരിക്കും, L0 തന്നെയായിരിക്കും. അപ്പോൾ റേഡിയൽ നോഡ് എത്രയായിരിക്കും, യെസ് റേഡിയൽ നോഡ് ഇസ് ഈക്വൽ ടു 2 തന്നെയായിരിക്കും, അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് വരച്ച് നോക്കാം. എസ് വീണ്ടും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, യെസ് ഇങ്ങനെ വരും. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി, ഇങ്ങനെയൊക്കെ ഗ്രാഫ് തന്നിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് എത്ര നോഡ് ഉണ്ടെന്ന് നോക്കുക. എത്ര നോഡ് ഉണ്ട്, യെസ് ടോട്ടൽ നമ്പർ ഓഫ് നോഡ് എത്രയാണ്, യെസ് ടോട്ടൽ നമ്പർ ഓഫ് നോഡ് ഇസ് ഈക്വൽ ടു 2. ഓക്കെ, മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും, യെസ് എസ് ആയിരിക്കും 3s. ഇനി സൈ സ്ക്വയർ ആകുമ്പോഴോ ഇതിൻ്റെ റിഫ്ലക്ഷൻ വരച്ചാൽ മതി. റിഫ്ലക്ഷൻ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഇതിങ്ങനെ വരും, യെസ് ഇങ്ങനെ, ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇത് ഇങ്ങനെ, അല്ലേ? അപ്പോഴും ഇവിടെ എന്തായിരിക്കും, യെസ് നമ്പർ ഓഫ് നോഡ് എത്ര തന്നെയാണ്, 2 ആണ്. ഇതിൻ്റെ റിഫ്ലക്ഷനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്, ഓൾറൈറ്റ്, യെസ്. ഇനി 3p-യുടെ കാര്യം നോക്കാം. 3p അല്ലേ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നോഡ് എത്രയാണ്, ടോട്ടൽ നമ്പർ ഓഫ് നോഡ് 3 - 1 ഇസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, അപ്പോൾ ആംഗുലാർ നോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആംഗുലാർ നോഡ് ഇസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ റേഡിയൽ നോഡ് എത്രയായിരിക്കും, യെസ് റേഡിയൽ നോഡ് ഇസ് ഈക്വൽ ടു 1, നോഡ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ആംഗുലാർ നോഡ് ഇവർ പി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, യെസ് ഒറിജിനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. യെസ് ഇവിടെ നോക്കിക്കോ, യെസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. ഓക്കെ, ദിസ് ഈസ് 1 നോഡ്, ഇതാണ് ഒരു നോഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആംഗുലാർ നോഡ്. ഒറിജിനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ദിസ് ഈസ് മൈ ആംഗുലാർ നോഡ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് മൈ റേഡിയൽ നോഡ്, റേഡിയൽ നോഡ്. അപ്പോൾ എത്രയായി, യെസ് 2 നോഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു, കാര്യങ്ങൾ വരച്ചു. ഇനി എന്തായിരിക്കും, സൈ സ്ക്വയർ ആകുമ്പോൾ ഇതിൻ്റെ റിഫ്ലക്ഷൻ അല്ലേ, റിഫ്ലക്ഷൻ വരച്ചോ, അത്രയേ ഉള്ളൂ. റിഫ്ലക്ഷൻ എങ്ങനെ വരും, ഇതിങ്ങനെ വരും, ഇത് വീണ്ടും ഇതിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങനെ വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. നോക്കി, യെസ് ദിസ് ഇസ് മൈ 1 നോട്ട് ആൻഡ് ദിസ് ഇസ് മൈ 2 നോട്ട്. സൈ സ്ക്വയർ ആകുമ്പോൾ സ്ക്വയർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. നെഗറ്റീവ് പാർട്ട് ഉണ്ടാവത്തില്ല, പോസിറ്റീവ് പാർട്ടായിരിക്കും. ക്ലിയർ ആണല്ലോ, ഇത്രയേ ഉള്ളൂ ഇവിടെ കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് നോഡിൻ്റെ കാര്യം അറിയാമെങ്കിൽ, നോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നമുക്കറിയണം. ടോട്ടൽ നമ്പർ ഓഫ് നോഡും ആംഗുലാർ നോഡും റേഡിയൽ നോഡും അറിയാമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് വളരെ വളരെ എളുപ്പമാണ്. ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഓക്കെ, ഒറ്റ കാര്യം ആലോചിക്കുക, എസ് ആകുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നു, പി ആകുമ്പോൾ യെസ് ഇങ്ങനെ വരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഒറിജിനൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായിരിക്കും നമ്മുടെ ആംഗുലാർ നോഡ്. ബാക്കിയുള്ളത് നിങ്ങളുടെ റേഡിയൽ നോഡ്. ആക്സിസിൽ മുട്ടുന്നത് ഇതെന്തായിരിക്കും, നോഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഒരു റേഡിയൽ നോഡ്, ഒരു ആംഗുലാർ നോഡ്. ഓക്കെ, അപ്പോൾ 2 നോഡാകുമ്പോൾ സ്വാഭാവികമായിട്ടും n-ൻ്റെ വാല്യൂ എന്ത് വരണം, യെസ് 3 വരണം. ഒരു ആംഗുലാർ നോഡ് ഉണ്ട്, അങ്ങനെയാകുമ്പോൾ ഇതെന്തായിരിക്കും, 3p. ഇത്രയേ ഉള്ളൂ കാര്യം. ക്ലിയർ ആണല്ലോ, യെസ്. സോ ഈ കാര്യം മാത്രമാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആയിട്ട് പറയാനുള്ളത്.
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റേഡിയസും എനർജിയും ഹൈഡ്രജൻ സ്പെക്ട്രം ഒക്കെ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഡിസ്കസ് ചെയ്താണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.